എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒരു കുഴച്ച് മാവ് തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ മൂന്ന് കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂണോളം പഞ്ചസാര, അതുപോലെ അതേ ടീസ്പൂണിൽ തന്നെ 2 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ, അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 3/4 ടീസ്പൂണോളം ഉപ്പൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് ഞാനൊരു മുട്ടയുടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ വെച്ച് അതിലേക്ക് കുറച്ച് പച്ചവെള്ളമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പച്ചവെള്ളത്തിൽ തന്നെ സാദാ വെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കുകയാണ്. ഏകദേശം ഇത് കുഴഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാനിതിലേക്ക് കുറച്ചുകൂടെ ഓയിലൂടെ സ്പ്രെഡ് ചെയ്ത് വീണ്ടും കുഴച്ച് പാകാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മളിത് കുഴച്ച് വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂറോളം ആയി. അപ്പോൾ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ വീഡിയോയിൽ പെട്ടില്ല, ഞാൻ പെട്ടെന്ന് കട്ടായിപ്പോയി വീഡിയോയിൽ. അപ്പോൾ നമ്മളെ മാവെല്ലാം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്കിതൊരു കട്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് ഉരുളകളാക്കി മാറ്റിയെടുക്കാം. നമുക്ക് എത്ര ഉരുള ആവശ്യമുണ്ട് അതിനനുസരിച്ച് ചെറുതും വലുതും ഒക്കെ ആക്കിയെടുക്കൽ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം കട്ട് ചെയ്ത് എല്ലാം മാവ് ഒരു ബോൾസാക്കി എടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ കുറച്ച് ഒരു 10-12 കിട്ടിയിട്ടുണ്ടായി 3 കപ്പ് മൈദക്ക്. പിന്നെ ഞാൻ അധികം വലിയ സൈസല്ല, ഒരു ചെറിയ ടൈപ്പിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കുക. നിങ്ങൾക്ക് എത്ര താല്പര്യമുണ്ട് അത്ര വലിപ്പം കൊടുക്കുക. എങ്ങനെയാണ് പരത്തേണ്ടതെന്ന് വെച്ചാൽ ഒരു ബോൾ എടുക്കുക. സാധാരണ നമ്മൾ റൗണ്ടായി പരത്തൂലേ, അതുപോലെ കുറച്ച് വീതിയിലും സ്ക്വയറുമായിട്ട് പരത്തിയെടുക്കുക. ഏകദേശം ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ പരത്തിയെടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ബട്ടർ ഉണ്ടല്ലോ അത് മെൽറ്റ് ചെയ്തിട്ട് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. മെൽറ്റ് ചെയ്തെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് മെൽറ്റാക്കിയിട്ടില്ല, ഒരു സെമി മെൽറ്റാക്കിയ ശേഷം ഞാൻ ഇതിലേക്ക് തേച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനിതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് റെസിപ്പി ആട്ടോ, ചിക്കൻ്റെ വെച്ചിട്ടുള്ള. ഇനിയിപ്പോൾ ഞാൻ ഒന്നുകൂടെ ഇത് കാണിച്ചു തരാം. ഇതെങ്ങനെയാണ് ഞാൻ പരത്തിയിട്ട് എങ്ങനെയാണ് ഞാനിത് ഒന്നുകൂടെ കാണിക്കുകയാണ്. അഥവാ ആർക്കെങ്കിലും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തൂലേ അതുപോലെ പരത്തിയെടുക്കുക. പക്ഷേ കനം കുറക്കരുത്. നമുക്കിതൊന്ന് പൊങ്ങി വരണമല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് പരത്തിയെടുക്കുക. ഒരു ചെറിയൊരു കനത്തിൽ വേണം പരത്തിയെടുക്കാൻ. ഇപ്പോൾ ഇതുപോലെ തന്നെ പരത്തിയെടുത്ത് ഞാൻ ഇതിലേക്ക് ബട്ടറാണ് തേച്ച് കൊടുക്കുന്നത്. ബട്ടറും തേച്ച് കൊടുത്ത ശേഷം ഒരു ഭാഗത്ത് മാത്രമാണ് തേക്കുന്നത്. ഇത് തേക്കാത്ത ഭാഗത്തുനിന്ന് തേച്ച ഭാഗത്തേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് കേട്ടോ. ഇത് ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ടേസ്റ്റാണ് ഈ ഒരു സാൻഡ്വിച്ച് റെസിപ്പി. ഇത് പാർട്ടിയിലൊക്കെ ഉണ്ടാക്കിയാൽ എന്തായാലും ചോദിക്കും ഇതാരാണ് ഉണ്ടാക്കിയെന്ന്. അത്രക്കും ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്കൊരു മസാല തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്ത ശേഷം ഒരു 2 മീഡിയം സൈസ് ഉള്ളി അതായത് നീളത്തിൽ നേർമയായി കട്ട് ചെയ്തിട്ട് അത് നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. നന്നായി വാടണം കേട്ടോ. ചെറുങ്ങനെ വാടിയ പോലെ നല്ലപോലെ ഒരു ഗോൾഡൻ കളറോളം വരുന്ന രീതിയിൽ വാട്ടിയെടുക്കുക. ഇപ്പോൾ ഏകദേശം നമ്മളെ ഉള്ളി നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 300 ഗ്രാമോളം ബോൺലെസ് ചിക്കൻ കേട്ടോ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാടി ഈ ചിക്കൻ്റെ കളറ് ഒന്ന് വെള്ള കളറായി വരണം ഈ മസാലയിൽ കിടന്നിട്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണം കൂടെ മാറിയ ശേഷം നമുക്കിതിലേക്ക് നമ്മളെ ടിക്ക മസാല ഉണ്ടല്ലോ, ചിക്കൻ്റെ ഒക്കെ ടിക്ക മസാല അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നമ്മൾക്ക് വീട്ടിലുണ്ടാക്കുന്നതല്ല, ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാണ്. വേറെ ഒരു മസാലയും ഒരു പൗഡറും നമ്മളിതിലേക്ക് മസാല പൗഡറൊന്നും ചേർക്കുന്നില്ല.
ആകെ മെയിനായിട്ട് ചേർത്തത് ഈ ഒരു ടിക്ക മസാല മാത്രമാണ്, ചിക്കൻ്റെ ടിക്ക മസാല കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്ത് അതിൻ്റെ ഒരു പച്ച മണം പോയ ശേഷം ഞാൻ ഇതിലേക്ക് 1 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കുന്നത്. അതായത് പുളിയില്ലാത്ത നമ്മളെ യോഗട്ട് പോലത്തെ തൈരുണ്ടല്ലോ, മിൽക്കി മിസ്റ്റിൻ്റെ ഒക്കെ തൈര് വരുന്നില്ലേ, ആ ഒരു തൈരാകുമ്പോൾ നമുക്കധികം പുളി ഉണ്ടാവില്ല. മറ്റേ സാധാരണ നമ്മൾ പീടികയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് ഭയങ്കര പുളിയായിരിക്കും ചില സമയം. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ മസാല ആകെ പുളിയായി പോകും. പിന്നെ നല്ല തൈര്, പുളിയുള്ള തൈരാകുമ്പോൾ അതുകൊണ്ട് പുളിയില്ലാത്ത തൈര് തന്നെ ഉപയോഗിക്കുക കേട്ടോ. അത് 1 കപ്പ് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ തൈര് ചേർക്കുമ്പോൾ ഇതിലേക്ക് വെള്ളം, ഈ ചിക്കൻ്റെ വെള്ളവും ആ തൈരിലുള്ള വെള്ളവും എല്ലാം കൂടെ നമുക്ക് ഗ്രേവി കുറച്ച് ലൂസാകും. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പെല്ലാം ചേർക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക, കൂടിപ്പോകാൻ പാടില്ല. കുറഞ്ഞാൽ വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കുക. കൂടിപ്പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1 ക്യാപ്സിക്കം, അതായത് നീളത്തിൽ നമ്മളിപ്പോൾ ഉള്ളി കട്ട് ചെയ്തെടുത്തില്ലേ അതുപോലെ തന്നെ ക്യാപ്സിക്കം ഞാൻ നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാപ്സിക്കം ഇതിലേക്ക് അധികം കുക്കാകണ്ട, നമുക്ക് ആ ഒരു ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് ഹാഫ് കുക്കായാൽ മാത്രം മതി. കാരണം അതിൻ്റെ ഒരു ഫ്ലേവർ ഈ ഒരു മസാലയിലേക്ക് ഇറങ്ങും. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പോൾ തന്നെ നല്ല ടേസ്റ്റുള്ളൊരു മസാലയായി. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ചേർക്കുന്നുണ്ട്. 1-2 കാര്യങ്ങളോട് ചേർക്കുമ്പോൾ മസാല ഒന്നും കൂടെ അത് റിച്ച് ആവും. അപ്പോൾ ഏകദേശം നമ്മുടെ ആ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്കൊന്ന് മുട്ടയുടെ മഞ്ഞ ഒന്ന് അടിച്ചിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് ഒരു കളറിന് വേണ്ടിയിട്ട് തേച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മളെ മസാലയൊക്കെ തണിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3/4 കപ്പോളം ഞാൻ മയോണീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്നിട്ട് നമുക്ക് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സോസോടെ വരുമ്പോൾ കുറച്ചുകൂടെ മസാല ഒന്ന് ലൂസായി വരും. കുറച്ച് ടൈറ്റായിട്ടുണ്ട്. തണിഞ്ഞപ്പോൾ ഒന്ന് ടൈറ്റ് ആയതാട്ടോ, ഒന്നുകൂടെ നല്ലോണം ടൈറ്റ് ആയതാണ്. ഇനിയിപ്പോൾ ഈ ഒരു സോസുകൾ ചേരുമ്പോൾ ഒന്നുകൂടെ ലൂസാകും. കുഴപ്പമില്ല. നമുക്ക് ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മളെ മസാല വീണ്ടും നല്ല ക്രീമി ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെളുത്തുള്ളും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 25 മിനിറ്റ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഓവനിൽ ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ചിട്ട് ചൂടുകളെല്ലാം മാറും, അതനുസരിച്ച് ബേക്ക് ചെയ്യുക. പിന്നെ നമുക്ക് സ്റ്റൗ ടോപ്പിൽ വേണമെങ്കിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബ്രെഡെല്ലാം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോന്ന് ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ അതുകൂടെ ചെയ്യാം. ഇനി നമുക്ക് ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുക്കാം. ബ്രെഡൊക്കെ നല്ല ചൂടൊക്കെ തണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ലെറ്റ്യൂസ് വെച്ച് കൊടുക്കാം. അത് കുറച്ച് ഭംഗിയുമാണ്, അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ ഈ ഇല വെക്കുമ്പോൾ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ഇല വെച്ച് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് നമ്മളെ ഫില്ലിങ് ഇതിൻ്റെ മേലെയായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സാൻഡ്വിച്ച് റെസിപ്പി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഫീഡ്ബാക്കൊക്കെ എന്തായാലും അറിയിക്കണം. ഇൻഷാ അല്ലാഹ് ഇനി വീണ്ടും വളരെ അടിപൊളി റെസിപ്പി ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരാം. മാറ്റാം.